ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അഭിമാനബോധവും കീർത്തിയും നേതൃത്വ ഗുണവുമുള്ളവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാർ സ്വതന്ത്രശീലത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് തനിക്ക് പ്രിയപ്പെട്ടവരുടേതായിട്ടുള്ള ദുഃഖങ്ങളെയും വിഷമതകളെയും അറിഞ്ഞ് സഹായിക്കുന്നവരും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കുവാനും വാക്കുകളെ കൊണ്ട് ആശ്വാസം കൊടുക്കുന്നവരും കൂടിയാണ് ഈ പൂരം നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് ഭക്ഷണ ക്രമീകരണങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളും എല്ലാം വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. വിശേഷിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. എന്നാലോ ആഗസ്റ്റ് മാസം 16-ാം തീയതി ജന്മരാശിയാധിപനായിട്ടുള്ള സൂര്യൻ തന്നെ ജന്മരാശിയിലൂടെ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നതിനാൽ ആഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേയൊക്കെ ആശ്വാസം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ധനപരമായിട്ടും കുടുംബപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധനസന്താനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കും നോക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. കർമാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജന്മരാശിയിലും 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് ലാഭാധിപനായിരിക്കുന്ന ബുധൻ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ഈ ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിൽ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി കാണുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് കർമ്മമണ്ഡലം ലാഭകരമായിട്ടും ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാമാതുലകാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് 5-ാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി കാണുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മനോബലവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ ബുധൻ 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും അഷ്ടമത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. വിശേഷിച്ച് ധനസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യവും
അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹു നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വെക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഈ സമയത്ത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ആഗസ്റ്റ് മാസത്തിൽ ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ശ്രീരുദ്ര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉത്തമമായിട്ടാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ കാണുന്നത്.